Hey guys, welcome back to Motorblitz. KTM bankruptcy അഥവാ KTM ദ ഓസ്ട്രിയൻ കമ്പനി ബാങ്ക്രപ്റ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നു? യെസ്, എന്നാൽ അതാണ് സത്യം. അപ്പോൾ ഈ ഒരു ടോപ്പിക് KTM ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ നവംബറിൽ KTM റീസ്ട്രക്ചറിങ്ങിന് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് KTM മാനേജ്മെൻറ്റിൽ ചേഞ്ചസ് വരുത്താൻ ഓർഡേഴ്സ് പാസ്സാക്കി. 90 days ടൈമാണ് KTMനുള്ളത് ഫണ്ട് കണ്ടെത്തി കമ്പനി പൂട്ടാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യുമോ, വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾ ഇനി വണ്ടി എടുക്കണോ എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ബാങ്ക്രപ്സിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് KTM അവരുടെ ബിഗ് ബൈക്സ് ആയ 1390 സൂപ്പർ ഡ്യൂക്ക്, 1290 സൂപ്പർ അഡ്വഞ്ചറസ്, 890 ഡ്യൂക്ക്, 890 അഡ്വഞ്ചർ, പിന്നെ കുറേ ഓഫ് റോഡ് ബൈക്സ് ആയ 450 SX, 350 XC, 250 SXF, അങ്ങനെ കുറച്ച് ബൈക്കുകളൊക്കെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത് നിങ്ങൾ അറിഞ്ഞല്ലോ. ഡൽഹിയിലായിരുന്നു എൻ്റെ ലോഞ്ച്. സോ അങ്ങനെ അവരവരുടെ ഗ്ലോബൽ മാർക്കറ്റിലുള്ള വണ്ടികളെല്ലാം ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ചും കൂടെ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് KTMൻ്റെ സൈഡിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടികളും ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഫണ്ട് റൈസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. പിയറർ മൊബിലിറ്റി AG എന്നൊരു കമ്പനിയാണ് KTMന് ഓൺ ചെയ്യുന്നത്. അവരും ബജാജ് തമ്മിലുള്ള ഒരു കൊളാബിലാണ് ഇന്ത്യയിൽ ഇത്രയും സെയിൽസ് അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഈവൻ ദോ കമ്പനി നിന്ന് പോയാലും പാർട്സ് ബജാജ് സെക്കൻഡ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് സ്പെയർസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി എപ്പോഴും ഉണ്ടാവും. സോ അത് മേജർ കൺസേൺ ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മേജർ കൺസേൺ ആയിട്ട് എടുക്കേണ്ടത് സർവീസ് ആൻഡ് വാറണ്ടി, പിന്നെ വണ്ടിയുടെ ഡിപ്രീസിയേഷൻ. വണ്ടിയുടെ വില എന്തായാലും നല്ലപോലെ കുറയും. സോ ഇപ്പോൾ തന്നെ തൊടുപുഴയൊക്കെയുള്ള ഷോറൂംസൊക്കെ പൂട്ടിപ്പോയി. ഈ ഏരിയയിലുള്ള ആളുകളൊക്കെ ഇപ്പോൾ തന്നെ കോട്ടയം അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ പോയി സർവീസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയുള്ള പണികളൊക്കെ കിട്ടിയായിരിക്കും യൂസേഴ്സിനെ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി വരുന്ന കാലങ്ങളിൽ KTM വണ്ടികളുടെ ഒരു പ്രസൻസ് റോഡിൽ കുറയാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഒരു കണക്കില്ലാണ്ടാണ് വണ്ടിയുടെ വിലകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 200 പോലും 3 lakhs എബോവ് ആയി. കാര്യമായ ചേഞ്ചസ് ഒന്നും വന്ന TVS പോലത്തെ കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല താനും. ഇനി എന്തുകൊണ്ടാണ് KTM പോലത്തെ ഒരു ബ്രാൻഡിന് ഈ അവസ്ഥ വന്നത്, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ KTM കമ്പനി വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവിട്ടതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. KTMൻ്റെ മേജർ സെയിൽസ് നടന്നുകൊണ്ടിരുന്ന US ആൻഡ് യൂറോപ്പിലായിരുന്നു. സോ അവിടുത്തെ ഒരു ഡ്രാസ്റ്റിക് ഡ്രോപ്പാണ്, സെയിൽസിൽ ഒരുപാട് കുറവ് സംഭവിച്ചുകൊണ്ടാണ് KTMന് ഈ ഒരു അവസ്ഥ ഇപ്പോൾ വന്നത്. മെയിനായിട്ട് കോവിഡിന് ശേഷം ഇൻഫ്ലേഷൻ ഉണ്ടാവുകയും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുകയും ചെയ്തു. സ്റ്റീൽ, സെമി കണ്ടക്ടേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഡിമാൻഡ് കൂടി. അപ്പോൾ അങ്ങനെ ഓപ്പറേഷണൽ എക്സ്പെൻസസ് കൂടിയതുകൊണ്ടാണ് മെയിനായിട്ട് KTMന് ഈ ഒരു അവസ്ഥ വന്നത്. പിന്നെ കോവിഡ് ടൈമിൽ ആണെങ്കിൽ ഒരുപാട് വണ്ടികൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്തു. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി സെയിൽസ് പഴയതുപോലെ ഉണ്ടാവും. അപ്പോൾ അന്നേരത്തേക്കും നമ്മൾ സ്റ്റോക്ക് അപ്പ് ചെയ്ത് എന്നൊക്കെ ഉള്ളൊരു പ്ലാനിലായിരിക്കാം. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കോവിഡിന് ശേഷം വണ്ടിയുടെ സെയിൽസ് ഭയങ്കരമായിട്ട് താഴേക്ക് പോവുകയും അതവർക്ക് ഒരുപാട് വണ്ടി സ്റ്റോക്കായി സെല്ലാവാണ്ട് കിടക്കുകയും അത് ഒരുപാട് നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തു. ഇനി സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നതാണ് എന്തുകൊണ്ടാണ് KTM വണ്ടിയുടെ സെയിൽസ് കുറഞ്ഞത്. ആ ഒരു പോയിന്റിൽ ആഫ്റ്റർ കോവിഡ് ആണെങ്കിലും വണ്ടിക്ക് അത്യാവശ്യം ഡിമാൻഡുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ നിന്നൊക്കെ. പക്ഷേ റീസെൻ്റ്ലി KTM ബൈക്സിൻ്റെ ക്വാളിറ്റി ഇഷ്യൂ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻജിൻ കമ്പോണൻസ് ആണെങ്കിലും പല മറ്റ് കമ്പോണൻസിലാണെങ്കിലും ലീക്കുകളും പിന്നെ ഒരുപാട് വാറണ്ടി ക്ലെയിംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സോ ഇതൊക്കെ യൂസേഴ്സിൻ്റെ ഒരു റിലയബിലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും പിന്നെ മറ്റ് ബ്രാൻഡ്സിലേക്ക് അവർ തിരിഞ്ഞു പോകാനൊക്കെ കാരണമാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഡോമിനാറിൻ്റെ ഇഷ്യൂസൊക്കെ ചെയ്ത് വീഡിയോസ് ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ കമൻസിൽ KTM ആണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, KTM ആണ് റിലയബിൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് കാണാറുണ്ട്. എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഡ്യൂക്ക് 390 തന്നെ ഒരുപാട് ഇഷ്യൂസായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു. KTM ഓണേഴ്സ് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഇടാറില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും അങ്ങനെ ഒത്തിരി ആളുകളിലേക്ക് ഇത് എത്താത്ത. ഇപ്പോൾ മീറ്റർ ആണെങ്കിൽ പോലും ആ TFT ഡിസ്പ്ലേക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അടിച്ചു പോകുന്നത്. അതിന് ഏകദേശം ഒരു 25,000 ഒക്കെ റേറ്റ് വരുന്നതാണ്. സോ എക്സ്റ്റെൻഡഡ് വാറണ്ടിയൊക്കെ കൊടുത്താണ് അന്ന് യൂസേഴ്സിനെ KTM പറഞ്ഞു നിർത്തിയത്. സോ അതുകൊണ്ട് അതൊന്നും പുറത്തൊന്നും വരുന്നില്ല എന്ന് മാത്രം. പക്ഷേ KTM മോട്ടോർ സ്പോർട്സിൽ നിന്നൊന്നും വിട്ടു നിൽക്കില്ല എന്നാണ് കറൻ്റ്ലി അനൗൺസ് ചെയ്തേക്കുന്നത്. സോ റൂമേഴ്സ് പറയുന്നത് അവരുടെ ഷെയർസ് വിറ്റ് ഫണ്ട് റേസ് ചെയ്യാനാണ് സ്റ്റീഫൻ പെയർ, അതായത് ഓണർ ഓഫ് KTM, ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന് വമ്പൻ കമ്പനികളെ കൊണ്ട് ഇവരുടെ സ്റ്റോക്സ് ഒക്കെ വാങ്ങിക്കാൻ സാധിക്കും. സോ കറൻ്റ്ലി ബജാജ് ആൻഡ് CF മോട്ടോ ആണ് അതിന് വാങ്ങിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. ബജാജിന് ഓൾറെഡി ഇന്ത്യയിൽ 49.9% ഷെയർ ഉണ്ട്. സോ അത്രയും ഹ്യൂജ് ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് CF മോട്ടോയ്ക്കായിരിക്കും കുറച്ചും കൂടെ
ചാൻസ് കൂടുതൽ. CF മോട്ടോ ഒരു ചൈനീസ് ബ്രാൻഡാണ്. അവരുടെ ബൈക്സൊക്കെ റീസെൻ്റ്ലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ADVs ആണ് അവരുടെ മെയിൻ പ്രൊഡക്റ്റ്. CF മോട്ടോയ്ക്ക് അത് വാങ്ങുന്നതുകൊണ്ട് ഏറ്റവും ബെനിഫിറ്റാണ്. കാരണം വെസ്റ്റേൺ ഗ്ലോബൽ മാർക്കറ്റ്സിൽ അവർക്ക് അത് യൂസ്ഫുൾ ആവും. അവിടുത്തെ സെയിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അവരുടെ ഒരു പ്രൊഡക്ഷൻ കുറച്ചും കൂടെ അവരുടെ ടെക്നോളജിയൊക്കെ അഡാപ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ കൂട്ടാൻ സാധിക്കും. എന്തായാലും നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ബൈക്ക് ബ്രാൻഡ് ഈ ഒരു ഇഷ്യൂവിൽ നിന്നും വേഗം കരകയറട്ടെ എന്നാണ് എല്ലാവരും പോലെ എൻ്റെയും പ്രതീക്ഷ. അപ്പോൾ അവർ എന്താണ് അല്ലെ പെർഫോമൻസ് ബൈക്ക് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്രാൻഡ് അത് ഇന്ത്യ വിട്ട് ഒരിക്കലും പോകരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി വാങ്ങാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കമ്പനി എന്തായാലും പൂട്ടിപ്പോകാനൊന്നും ചാൻസ് ഇല്ല. ബട്ട് ഇവഞ്ച്വലി KTM ബൈക്സിൻ്റെ എണ്ണം റോഡിൽ കുറയാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സർവീസ് സെൻറ്റർ അങ്ങനത്തെ കാര്യങ്ങൾ, പാർട്സ്, ഡിപ്രീസിയേഷൻ, റീസെയിൽ വാല്യൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൺസേൺ ചെയ്യുന്നുണ്ട്, അല്ലെ ഇതൊക്കെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ചിട്ട് മാത്രം വാങ്ങിയാൽ മതി. എക്സിസ്റ്റിംഗ് യൂസേഴ്സിനൊന്നും അഫക്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പാണ്. കാരണം ബജാജാണ് പാർട്സ് ഉണ്ടാക്കുന്നത്. സോ എന്തായാലും അവർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ സ്പെയർസിൻ്റെ ഒന്നും അവൈലബിലിറ്റിക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. കാരണം KTM ബൈക്സിലും സെയിം പാർട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വിലയിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ അതൊക്കെ തന്നെയായിരുന്നു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇനി ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഷെയർ ആക്കണം എന്നുണ്ടെങ്കിൽ അത് കമൻസിൽ പറയാവുന്നതാണ്. അത് കാണുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ വർഷം തീരുന്നതിന് മുൻപായിട്ട് 1K അടിക്കണം എന്നാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു ഫ്രോങ്സിൻ്റെ സർവീസ് എക്സ്പീരിയൻസ് വീഡിയോ ആയിരിക്കും. അതിൻ്റെ അകത്തുള്ള ഫ്രോങ്സിൻ്റെ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.